എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. എനിക്കവിടെ പൊളിഞ്ഞു വരണ്ട. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. വന്ന് അടുത്ത കോമഡി. സാറേ എന്താ എവിടെ നിന്ന് കിട്ടിയതിന്? അപമാനിച്ച് ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ஹாய் மக்களே, ரொம்ப நாள் கழிச்சு ஒரு பாட்டு தோணுச்சு. இப்போ உங்களுக்காக நான் பாடி காட்டுறேன். 1 2 3 4 மெகவும்பா நீயும் மெகவும்பா പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പയ്ക്കാം. மெகவும்பா. എടാ പോടാ, നിർത്തി പോടാ. എന്താ പ്രയോജനം? ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. പറഞ്ഞിട്ടെന്ത് കാര്യം, യോഗമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ എന്താന്ന് വെച്ചാ, എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ 2000 രൂപ കട്ടേണ്ട അവസ്ഥ വന്നിരിക്കാണ് ഫ്രണ്ട്സ്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നോ? വെറും ഇല, ഭൂമിയിലുണ്ടായ ഇല കയ്യിൽ വെച്ച് നടന്നതിന് 2000 രൂപ കട്ടേണ്ട വന്ന എന്റെ അവസ്ഥ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. ഇത് പക്ക അനീതിയാണ് ഫ്രണ്ട്സ്. അങ്ങനെയാണ് ചോദിക്കുന്നത്. ധർമ്മം പരിപാലിക്കാൻ അവസരം കിട്ടിയത് പോലീസുകാർക്കാണ്. ആ പോലീസുകാരനെ എനിക്ക് 2000 രൂപ ഫൈനും എഴുതി എനിക്ക് ഈ കഷ്ടം തന്നതിന് അവർക്ക് ദൈവം അവനോട് ചോദിക്കും. ദൈവം ഒരാള് മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ. ലോകത്ത് നടക്കുന്ന ചൂഷണങ്ങളെയും അന്യായങ്ങളെയും അനീതികളെയും എതിർക്കാനുള്ള ധൈര്യം ഫ്രണ്ട്സ് നിങ്ങൾ ഉണ്ടാക്കണം. അക്കരെ ഞാനേറ്റളിയാ നമ്മൾ കലക്കും. ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളെ വീട്ടിലെഴുതണം, അല്ലാതെ നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിടരുത്. ഹായ് ഗൈസ്, അപ്പൊ എന്റെ കൂടെ എല്ലാരും പറയുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്റെ നല്ല സൗണ്ട് ആയതുകൊണ്ട് മസ്താനി പാട്ട് പാടുന്ന. ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു 2 വരി ഞാൻ പാടാന്ന് വിചാരിച്ചു. ആരും കൊല്ലരുത് പ്ലീസ്. പാടി. സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. തണലും വെയിലും നിറയും കനവിൽ തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. എടാ എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ചേച്ചി വേറെ മൂടില്ല. മനസ്സിലായി കച്ചക്കളി. കൊള്ളാലോ സാധനം. മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. ഈശ്വര, എന്റെ കൺട്രോള് തെറ്റിക്കല്ലേ. ആ എരുമയെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഇനി അടങ്ങിയിട്ടില്ല. അവളെ കണ്ടിട്ട് എന്ത് തോന്നണം? എന്തെങ്കിലും തോന്നിയാൽ തന്നെ എനിക്ക് അങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. പൂക്കോയി ഇടിയോടി ഇടിയെന്ന് പറഞ്ഞാ പോരാ, ഇടിവെട്ടി. ഏറ്റവും മികച്ച ഗാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ?
തെങ്ങ് 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 നീ എന്ത് തേങ്ങയാടി പറയുന്നേ? തെങ്ങ് 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 തെങ്ങ്. പാട്ട് ഇപ്പൊ വേണ്ടപ്പാ. പ്രിയപ്പെട്ട ചെല്ലങ്ങോവേ, പ്രിയപ്പെട്ട ചെല്ലങ്ങോവേ, ചെല്ലങ്ങോവേ, അടിപൊളി. ഇന്നൊരു അടി ഉണ്ടാക്കി. ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്ത ഞാൻ ഇന്നൊരു അടി ഉണ്ടാക്കി. എന്നിട്ട് അപ്പന്റെ പായുള്ള അടിക്കല്ലെന്നാ നിയമം. പക്ഷെ ഒരു അമ്മയെ ചീത്ത പറഞ്ഞോണ്ടിരുന്ന കൈ കെട്ടിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ലാത്തോണ്ടാ. നീ ചെയ്തെന്തായാലും നന്നായി. അമ്മയെ അടിച്ചു. അമ്മയെ ചീത്ത പറഞ്ഞോണ്ട് ഞാൻ അടിച്ചു. ഇതില് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഞാനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പോലീസുകാരോട് എനിക്കൊരു അപേക്ഷ. എന്താ നിന്റെ വിഷമം? ദയവ് ചെയ്ത് ഞാൻ ലഹരി യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരിൽ വന്നിട്ട് പിടിക്കാൻ വരരുത്. ദയവ് ചെയ്ത് ലഹരി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു. അത് എന്റെ സ്വതന്ത്രമാണ്. അതൊരു പുതിയ അറിവാണല്ലോ. ഈ ലഹരി യൂസ് ചെയ്തിട്ട് പല തെറ്റുകളും ചെയ്യുന്നവർ ഉണ്ടാകാം. ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരും അന്യന്റെ മുതല് മോഷ്ടിക്കുന്നവരും ഇങ്ങനെയുള്ള ആൾക്കാരിനെ എല്ലാം പോയിട്ട് പിടിക്കുകയോ ഫൈൻ എഴുതുകയോ ജയിലിലിടുകയോ അങ്ങനെ എന്തോ ചെയ്തോളി. ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ടുണ്ട്. ഓള് വേറെ ആളപ്പുറം പോയില്ലേ? ഓള് വേറെ ആളപ്പുറം പോയില്ലേ? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങൾക്ക്? മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങൾക്ക്? മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങൾക്ക്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഒരു പ്രത്യേക ജീവിതല്ലേ? കുമാരേട്ടനെ പറമ്പിൽ എനിക്ക് പരിചയമുള്ള 3-4 വാഴയുണ്ട്. ഇതെന്താടാ ഡിസ്കോ ഡാൻസ് ആണോ അത്? വട്ട മുഴുവട്ട് പല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ, അല്ലാതെ വഴിവക്കിൽ ഒന്ന് കോപ്രായം കാണിക്കത്തോടാ. പോടാ. ഇനി ഒന്നും നോക്കണ്ട. ഊവി കുടലെടുത്തോ. ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? തമ്പുരാനറിയാ. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്തയാ. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.